ഹൃദയ നെരുക്കമുള്ളവരോ, താഴ്മയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, ഹൃദയം നൊരുങ്ങിയവരായി, ഒരു സമർപ്പണമുള്ളവരായി നമ്മൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, ശക്തീകരിക്കുവാനിടയാകും. ദൈവജനം നമ്മുടെ തലമുറകൾ അലങ്കരിക്കപ്പെടുവാനിടയാകും. എപ്പോൾ നമ്മൾ മറ്റവർക്ക് കൊടുക്കാൻ തുടങ്ങുന്നു, എപ്പോൾ നമ്മൾ സഹോദരന്മാരെ സഹോദരിമാരെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്നേഹിക്കാൻ തുടങ്ങുന്നു, എപ്പോൾ മറ്റവർ നമ്മൾ കരുതാൻ തുടങ്ങുന്നു, ദൈവം നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കാൻ പോകുന്നു. പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് കേട്ട ആലോചനയുണ്ട്. ഹല്ലേലൂയ. അനീതിയാണ് മാമോനിൽ വിശ്വസ്തനോടെ ഇല്ലെങ്കിൽ സത്യമാണത് ദൈവം നിങ്ങൾക്ക് എങ്ങനെ പരമേൽപ്പിക്കും. ഹല്ലേലൂയ. ഒരു വിശ്വസ്തത, ഹല്ലേലൂയ, ദിവ്യാഗ്രഹം സകല ദോഷത്തിനും വേരായിരിക്കുന്നു പറയുന്നത് പോലെ the love of money is the root of all evil. All evil, സകല ദോഷത്തിനും റൂട്ട് എന്ന് പറയുന്നത്, പേരെന്ന് പറയുന്നത് ദിവ്യാഗ്രഹമാണ്. അതിനകത്ത് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ വിടുതൽ പ്രാപിക്കത്തില്ല ദൈവജനമേ. എല്ലാ ദിവസവും ഹല്ലേലൂയ അതിന് വിടുതൽ വേണം കർത്താവേ, അത് വിടുതൽ വേണമെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതിലിருந்து ഹല്ലേലൂയ പതിയെ ഒരു പൂർണ്ണ വിടുതലിലേക്ക്, പൂർണ്ണ ദിവ്യാഗ്രഹത്തിൽ നിന്നല്ല ആ ഒരു വലിയ വിടുതൽക്ക് ദൈവമേ വഴി നടത്തുവാനാണ്. എങ്കിൽ മാത്രമേ സത്യമായ ആത്മീയ ജീവിതത്തിൽ ഈ 2026 വർഷത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. ഹല്ലേലൂയ. കേട്ട ആലോചനകളും കേട്ട ദൂതുകളിലും പൂർണ്ണമായ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവട്ടുമായി നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം വെളിപ്പെടുന്നത് കൊടുക്കുമ്പോഴാണ്. There is no giving, there is no love. നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ സ്നേഹമില്ലെന്നാണ്. താങ്ക് യു ജീസസ്. എപ്പോൾ കൊടുക്കുന്നോ അപ്പോഴാണ് സ്നേഹം വെളിപ്പെടുന്നത്. താങ്ക് യു ജീസസ്. നമുക്ക് വേണ്ടി തന്റെ ജീവനെ യാഗമായി നൽകി തന്നു, തന്റെ ജീവനെ നൽകി തന്ന ആ നിത്യ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പാട്ട് പാടി നമുക്ക് ദൈവത്തെ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയെ വീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങോ പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങോ
നിത്യനാണത് എന്നെ ചേർക്കുവാൻ, നിത്യനാണത് എന്നെ ചേർക്കുവാൻ വേഗതേരവിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗ്ഗരാജനിൽ യേശുവിനെ. സത്യദൈവമാം യേശുവിനെ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയെങ്കിലും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങേ ചേർന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയായി എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയായി എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. ദിനഗീതം ചെയ്യുവാൻ അങ്ങേ പോലാകാം, ദിനഗീതം ചെയ്യുവാൻ അങ്ങേ പോലാകാം. എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. നിത്യനാണത് എന്നെ ചേർക്കുവാൻ, നിത്യനാണത് എന്നെ ചേർക്കുവാൻ വേഗതേരവിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗ്ഗനാഥനിൽ യേശുവിനെ. സത്യദൈവമാം യേശുവിനെ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയെങ്കിലും സ്നേഹത്തെക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തെക്കാൾ. അങ്ങേ വിട്ടെങ്ങോ സമർപ്പണത്തോടെ, ഒരു സമർപ്പണത്തോടെ അങ്ങേ
സമർപ്പിക്കുന്നപ്പോ സമർപ്പിക്കുന്ന സമർപ്പണത്തോടെ ലോകത്തോട് ചേർന്നല്ല കർത്താവ്. ഇതുവരെ അങ്ങനെ ജീവിച്ചു പോയി. എന്നാൽ ഈ 2023 വർഷത്തിലപ്പോ അങ്ങോട്ട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങനെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ, അങ്ങനെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, അങ്ങേക്കുള്ള ഒരു സാക്ഷിയായി, സത്യസാക്ഷിയായി, അങ്ങനെ നാമത്തെ ഉയർത്തുന്ന സാക്ഷിയായി സമർപ്പണത്തോടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചാണ് ദൈവജനങ്ങൾ. ജനുവരി മാസം എവിടെ കടന്നു പോവുകയാണ്. ദൈവമേ, ഈ ഒരു മാസക്കാലം നമ്മെ ഒരുക്കി ഈ 2023 വർഷത്തിൽ നമ്മെ അനുഗ്രഹിക്കേണ്ടത്, നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഈ മാസം നമ്മെ ഒരുക്കിയത് ആ കേട്ടാലോചനയ്ക്ക് നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ, കേട്ടാലോചന നമ്മളെ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ, വളരെ കേട്ടിൽ കടന്നു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയി തീരത്തുള്ളൂ. എന്നാൽ ഒരു മാനസാന്തരത്തെ അനുഭവം, ചില തീരുമാനങ്ങൾ കേട്ടാലോചന കൊണ്ട്, ചില തീരുമാനങ്ങളോടുകൂടെ ദൈവകരങ്ങളെ ഏൽപ്പിച്ചാട്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോട് കാക്കേണ്ടത്, നമ്മുടെ ശരീരത്തെ അടക്കി ഒടുക്കേണ്ടത്, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവത്തിന്റെ ഹിതമോടെ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിക്കാമോ? അടിയാളമാവോളിൽ വിശ്വസ്തരായി ജീവിക്കേണ്ടത് ദൈവകരങ്ങളെ ഏൽപ്പിച്ചാട്ട് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആത്മീക ജീവിതം വേണ്ടി കത്തിച്ചൊളിക്കുവാൻ, അതിന് വേണ്ടി പ്രകാശിക്കുവാൻ സഹായിക്കണമേ അമ്മ. കേട്ടാലോ ഒരിക്കലും മറന്നു ഒവ്വൊരു ദിവസം നമ്മുടെ ആലോചന സഹായിക്കണം, അടിമ ശക്തി ഹരിക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വർഷത്തിൽ ഒരു പുതു അഭിഷേകത്താൽ ഇത് അടിമ താഴ്ത്തി സമർപ്പിക്കും. സഹോദര പ്രീതി ഉണ്ടാകട്ടെ. അതിന്റെ സൽക്കാരം ജീവിതത്തില് ഒരു ഭാഗമായി തീരേണ്ടത്, കൊടുക്കുവാൻ പഠിക്കേണ്ടത്, കൊടുപ്പിരുന്നാൽ കിട്ടുന്ന വചനം അറിയുമോ, കൊടുക്കുവാൻ ഒരു മനസ്സിലെത്താവും. പിസുക്കിത്തനം കാണിക്കുവാനല്ല, ധാരാളമായി കൊടുക്കും. അടിമ അമർത്തി കുളുക്ക് കവിയുന്ന നല്ല ഒരു അളവ് കൊണ്ട് അടികളെ കർത്താവേ അടിമയുടെ തലമുറകളെ കർത്താവേ കൊടുക്കുവാൻ കൊണ്ട് അവരെ പഠിപ്പിക്കേണ്ടതിന് കർത്താവേ അടികളെ സഹായിക്കണമേ. അടികൾ കണ്ട് അടികൾ തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അടികൾ കൊടുക്കുമ്പോഴാണ് അടികൾ തലമുറകൾ കൊടുക്കാൻ പഠിക്കുന്നില്ല അവർ ബോധ്യം കർത്താവേ. മാതാപിതാക്കളായ അടികൾക്ക്
നൽകിയിട്ടുണ്ടാവുന്ന കർത്താവ് അടികൾ തലമുറകളെ കൊടുക്കാൻ വേണ്ടി അവർ പഠിപ്പിക്കേണ്ടതിന് നിങ്ങളെ സഹായിക്കും. അവരുടെ മുൻപിൽ അടികൾ തലമുറകളുടെ മുൻപിൽ അടികൾ ഒരു മാതൃകയായി ജീവിക്കേണ്ടതിന് സിക്കിത്തറ കാണിച്ച് ജീവിക്കുവാനല്ല കർത്താവ്. ദൈവകരങ്ങളിൽ അടികളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. അടികളെ കുറവംശമുണ്ട് കർത്താവ്. അവസരങ്ങളപ്പോ ദൈവത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കുക. അതിന് സൽക്കാരം ചെയ്യണോ, സഹോദര പ്രീതി ഉണ്ടാകുമോ, സഹായിക്കണമേ. വിശ്വസ്തയോടെ ഹാൻഡിൽ ചെയ്യുവാൻ സ്വർഗ്ഗം സത്യമാണ്. ആത്മീയമായ അടികൾ അനുഗ്രഹിക്കണം. സ്വർഗ്ഗത്തെ കൊടുക്കാവുന്ന കൃപയ്ക്കായി 2026 വർഷം അടികൾക്ക് അനുഗ്രഹമാക്കി തീർക്കാമോ. ഈ ജനുവരി മാസം മുതൽ അടികളെ ഒരുക്കിയല്ലോ, അടികളെ പ്രിപ്പയർ ചെയ്തല്ല കർത്താവ്, അടികളെ ക്രമീകരിച്ചല്ല കർത്താവ്. ദൈവത്തിന് അങ്ങയോട് സ്തുതിക്കുന്നു. എടുക്കുന്ന തീരുമാനം ഇനി ബാക്കിയുള്ള എല്ലാ മാസം 2026 അവസാനം എടുത്ത തീരുമാനത്തിൽ നിലനിൽക്കുവാൻ, ആത്മീയ ജീവിതത്തിൽ മുന്നേറുവാൻ, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗമേടികളെ സഹായിക്കണമേ. സ്വർഗ്ഗത്തെ കൊടുക്കുന്ന കൃപയ്ക്കായി അനുഗ്രഹിക്കപ്പെട്ട സംഗീതം അനുഗ്രഹിക്കപ്പെട്ട വചനം നൽകിയത്, അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ കൊടുത്തു. എല്ലാറ്റിനുമായി ദൈവത്തെ മാത്രം മഹത്വം കൊടുക്കുകയാണ്, അങ്ങേക്ക് മാത്രം പൂർണ്ണ മഹത്വം കൊടുക്കുകയാണ്. ബാക്കിയുള്ള സകല ശുശ്രൂഷയിൽ സ്വർഗം പ്രാർത്ഥനയുടേതായ സ്തോത്രം നൽകിയതായ സ്തോത്രം യേശു ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ. ദൈവങ്ങളുടെ പാതകമായി കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം.